ഹായ് ഫ്രണ്ട്സ്, ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. സ്വിംഗ് ട്രേഡിങ്ങിന് എങ്ങനെ സ്റ്റോക്കുകൾ കണ്ടെത്താമെന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്ന 2 സ്ക്രീനറാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ചാർട്ടിങ്ങിൽ ആ ഒരു സ്ക്രീനർ ഞാൻ ബിൽഡ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു സ്ക്രീനറിൻ്റെ പിന്നിലെ ലോജിക്ക്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്കാനർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്ക് സ്കാനർ നോക്കി നടക്കുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഒരു സ്വിംഗ് ട്രേഡർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർക്ക് വേണ്ട സ്റ്റോക്സ് എന്ന് പറയുന്നത് ഏറ്റവും മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് ആണ്. സോ ഏറ്റവും മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ഏറ്റവും ഹൈയിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു സ്റ്റോക്സ് നമ്മൾ എടുക്കുന്നു. ഈ സ്റ്റോക്സ് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മൊമെൻറ്റം ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ഇത് ഫസ്റ്റ് സിനാരിയോ. സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്സ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് മൊമെൻറ്റം ഉണ്ടാവുമോ? ഇല്ല. മൊമെൻറ്റം ഉണ്ടാവില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി മൊമെൻറ്റം കുറവായിരിക്കും. സോ ഞാൻ മൂന്നാമത് ഒരു സ്റ്റോക്ക് എടുക്കുന്നു. ആ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ഈ 3 എണ്ണത്തിൽ ഏറ്റവും മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് ഏതാണ്? ഇതാണ്. കാരണം എന്താണ്? ഈ സ്റ്റോക്സ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, അല്ലേ? അപ്പം മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് എവിടെയാണ് ഉണ്ടാകുക? മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് 52 വീക്ക് ഹൈയിലാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പം നമുക്ക് 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൻ്റെ എന്താ പറയുക, സ്കാനർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ചാർട്ടിങ് എന്ന് പറയുന്ന സൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. charting.com നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സ്കാനർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. സോ ഏറ്റവും മൊമെൻറ്റം ഉള്ള സ്റ്റോക്സ് 52 വീക്ക് ഹൈയിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് നമ്മളുടെ ഫസ്റ്റ് സ്കാനർ ഞാനിവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഞാൻ എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ 1 ഡേ എഗോ മാക്സിമം 250 ഡെയിലി ഹൈ, അതായത് കഴിഞ്ഞ 252 ദിവസത്തെ ഹൈക്ക് മുകളിലായിരിക്കണം ഡെയിലി ക്ലോസ് എന്നുള്ളത്. അതായത് എന്താണ്, ലാസ്റ്റ് 1 ഇയർ ഹൈ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് എന്നുള്ളത്. പിന്നെ മിനിമം നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 ലക്ഷം വോളിയം 1 ലാഖ് വോളിയം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം മിനിമം നമുക്ക് 1 ലാഖ് വോളിയം വേണം എന്നുള്ളത്. അതേപോലെ തന്നെ 20 റുപ്പീസിന് മുകളിലായിരിക്കണം ക്ലോസിങ് എന്നുള്ളത്. അതായത് വളരെ ചെറിയ പെന്നി സ്റ്റോക്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 10 ആക്കി മാറ്റാം. വോളിയം ഇനി നിങ്ങൾക്ക് 50,000 1 ലക്ഷം വേണ്ട, മിനിമം 50,000 മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ 1 ലക്ഷം വോളിയം പ്ലസ് 20 റുപ്പീസ് വെച്ചുകൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ നമുക്കിവിടെ 25 സ്റ്റോക്സ് ആണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ചെറിയ എഡിറ്റിംഗ് വരുത്തി, അതായത് ഇതിൻ്റെ വോളിയം 50,000 നമ്പർ 10 ആക്കി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം 25-ന് പകരം നമുക്കതിനാണ് 26 സ്റ്റോക്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സ്കാനറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഡെയിലി ആവറേജ് കഴിഞ്ഞ ഒക്ടോബർ തൊട്ടുള്ള ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മുതൽ 35 സ്റ്റോക്കുകളാണ്. മാർക്കറ്റ് വീക്കായിരുന്നപ്പം ഒരു 10 സ്റ്റോക്സ്. സോ ആവറേജ് ഡെയിലി നിങ്ങളൊരു 30-35 സ്റ്റോക്സുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് നടത്തുന്ന വളരെ മൊമെൻറ്റം ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും നമ്മളുടെ ആദ്യത്തെ സ്കാനർ പ്രകാരം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾക്കൊരു സ്കാനർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നേരെ പോയി നമുക്കൊരു സ്കാനർ വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യരുത്, സ്റ്റോക്കുകൾ കണ്ണും പൂട്ടി മേടിക്കരുത്. സ്കാനറിൽ വന്നിട്ടുള്ള സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം.
സോ ഇതിൽ തന്നെ ഞാനിവിടെ ആർ പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. നമുക്ക് സെബിയുടെ റെഗുലേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, എങ്കിലും ഇത് മനസ്സിലാക്കുക, ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, അല്ലാതെ ഒരു ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. സോ ഇവിടെ എന്താണ്, നമ്മൾ ഡെയിലിക്ക് പ്രകാരം വീക്കിലി, നമ്മൾ ഡെയിലി ആണെങ്കിൽ ഡെയിലി, വീക്കിലി ആണെങ്കിൽ വീക്കിലി എടുത്ത് നിങ്ങൾ ഏതിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ കൺസെപ്റ്റ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട് പരിശോധിക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു വീക്കിലിയിൽ ബ്രേക്ക് ഒരു ഹൊറിസോണ്ടൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ബ്രേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചും കൂടെ ബെറ്റർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് എപ്പിക് പെൻ ഓപ്പൺ ചെയ്യാം. സോ വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക്. ഓക്കെ, ഇനി ഞാനിവിടെ വന്നിട്ട് വേറെ ഒരു സ്റ്റോക്സ് നോക്കുവാണെങ്കിൽ ഇപ്പം സി സി എല്ലിൻ്റെ ചാർട്ട് ഞാൻ എടുത്ത് പരിശോധിക്കുകയാണ്. ഞാനിവിടെ വീക്കിലി, ഡെയിലിക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെയിം വീക്കിലി തന്നെ ചൂസ് ചെയ്യുന്നു. വീക്കിലി ചൂസ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ എന്താണ്, സി സി എല്ലിൽ ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൈ, രണ്ട് ഹൈ, മിനിമം 2 പോയിന്റുകൾ ചേർത്താണ് നമ്മളൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് ബ്രേക്ക് എന്ന് പറയും. സോ സി സി എല്ലിൽ ഒരു ബ്രേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിരവധി സ്റ്റോക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു സ്കാനർ കിട്ടിയത് കൊണ്ട് നേരെ പോയിട്ട് സ്റ്റോക്കുകൾ മേടിക്കരുത്, പകരം അതിൻ്റെ ചാർട്ടുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ട് അതിനുള്ളിൽ എവിടെയാണ് എൻട്രി വരുന്നത്, ഇല്ലെങ്കിൽ അതിൽ എൻട്രി ഉണ്ടോ ടെക്നിക്കലി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, മിനിമം ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള ഒരു നോളജ് വേണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനുള്ള നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളിൽ ടെക്നിക്കലിൻ്റെ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വളരെ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാനിവിടെ ഇത് റിമൂവ് ചെയ്യുന്നു. സോ ഈ ഒരു സ്കാനർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് 52 വീക്ക് ഹൈ ബ്രേക്ക് നടത്തുന്ന വളരെ മൊമെൻ്റം ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്താനും അതിൻ്റെ ഉള്ളിൽ ഫർദർ നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ ട്രേഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമത്തെ സിനാരിയോ, അതായത് ഒന്ന് മൊമെൻ്റം ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലും ഇല്ലെങ്കിൽ മൊമെൻ്റം കുറവുള്ള സ്റ്റോക്കുകളിലും എന്താണ് ചിലപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ വളരെ എന്താ പറയുക സ്ട്രെങ്ത് ഉള്ള ഒരു മൂവ്മെൻറ്റ് കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ. സോ ഇത് ഞാൻ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഇപ്പം ചില സ്റ്റോക്കുകൾ ബ്രേക്ക് നമുക്ക് തരുമ്പം അത് എന്താ പറയുക 52 വീക്ക് ഹൈയിൽ തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ എന്താണ് നേരെ താഴോട്ട് വരുന്നൊരു സ്റ്റോക്സും ഇവിടുന്നും ഒരു ബ്രേക്ക് നമുക്ക് തരാം അല്ലേ. അതിന് സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാം, എങ്കിലും ഒരു റിവേഴ്സൽ കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഹൈ ബ്രേക്ക് ഇവിടുന്നും തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളും കണ്ടെത്തണം. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്തിയാൽ പോരാ, ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്തണം. സോ ഫസ്റ്റ് വണ്ണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ വേണ്ടി 52 വീക്ക് ഹൈ സ്കാനർ യൂസ് ചെയ്തു. സെക്കൻഡ് വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ വോളിയം ബ്രേക്ക് ഡെയിലി ചാർട്ടിൽ ഹൈ വോളിയം ബ്രേക്ക് നമുക്ക് ഉള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അല്ല, ഇവിടെ ഇങ്ങനെ കിടന്ന ഒരു സ്റ്റോക്സ് ഇവിടെ ഒരു ബ്രേക്ക് തരുമ്പോൾ ഇതുവരെയുള്ള നോർമൽ വോളിയത്തേക്കാൾ ഹൈ വോളിയത്തിലായിരിക്കുമല്ലോ സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കുകൾ ബ്രേക്ക് തരുന്നത്. അപ്പോൾ ഹൈ വോളിയം ബ്രേക്ക് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പറ്റും. സോ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്കാനർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഹൈ വോളിയം ബ്രേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ ഡെയിലി വോളിയം സ്കാൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെയിലി വോളിയം ഗ്രേറ്റർ ദാൻ, അതായത് 50 ദിവസത്തെ ആവറേജ് വോളിയത്തിൻ്റെ 3 ഇരട്ടിയെങ്കിലും നമുക്ക് വേണം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. അതായത് ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് വോളിയം എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്കിൻ്റെ ആവറേജ് വോളിയം ദ ഫിൽട്ടർ ഈസ് ചെക്ക് ഡെയിലി ട്രേഡിംഗ് 50 days
ഹയർ ഇൻഡിക്കേറ്റ് ഇൻക്രീസ് ഓക്കെ. അതായത് ഒരു സ്റ്റോക്സിൻ്റെ 50 ഡേയ്സ് ആവറേജ് വോളിയം 50,000 ആണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, 50K ആണ് ഒരു സ്റ്റോക്സിൻ്റെ ആവറേജ് 50 ഡേയ്സിലെ വോളിയം. അതായത് ഒരു ദിവസം മേ ബി 70,000, ഒരു ദിവസം 40,000, ഒരു ദിവസം 50,000, ഒരു ദിവസം 80,000, ഒരു ദിവസം 30,000. അങ്ങനെ നമ്മൾ ഒരു 50 ദിവസത്തെ ആവറേജ് നോക്കുമ്പോൾ 50K ആണ് അതിൻ്റെ ആവറേജ് വോളിയം എങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ അതിൻ്റെ 3 ഇരട്ടി, അതായത് 150K വോളിയം വന്നു കഴിഞ്ഞാൽ പ്ലസ് ആ ഒരു സ്റ്റോക്സിൽ ഒരു സഡൻ മൂവ്മെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്നല്ല അർത്ഥം. സോ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അതിലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതും കൺസിഡർ ചെയ്യാം. കാരണം എന്തോ ഒരു കാരണം അവിടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ 3 times വോളിയം ഒക്കെ അവിടെ ജനറേറ്റ് ആയത്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ 30 രൂപയ്ക്ക് മുകളിലായിരിക്കണം സ്റ്റോക്സിൻ്റെ പ്രൈസ്. അത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ 10 രൂപ 20 രൂപയ്ക്ക് ആയിരിക്കാം. ഡെയിലി 3% മുകളിൽ മൂവ് ചെയ്തതായിരിക്കണം. ഇപ്പം ഇത്രയും വോളിയത്തിൽ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്സ് നമുക്ക് ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്സ് പോരെ. അപ്പോൾ എന്താണ്, ഒരു 3% പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക്, 3% പോസിറ്റീവായിട്ടൊന്ന് ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ മതി. പിന്നെ ഡെയിലി വോളിയം 1,00,000 മുകളിൽ വേണം എന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡെയിലി ക്ലോസ് ഗ്രേറ്റർ ദാൻ, അതായത് 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനൊരു സിനാരിയോ പറഞ്ഞെങ്കിലും നമുക്കെന്താണ് അറ്റ്ലീസ്റ്റ് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിരിക്കണം എങ്കിലാണ് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി അതൊരു 200 മൂവിങ് ആവറേജിൻ്റെ താഴെയാണ് ഇങ്ങനെ ഒരു ഫോർമേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മൂവ് ചെയ്തിട്ട് ഫെയിലായിട്ട് വീണ്ടും താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കണം എന്നുള്ളൊരു സ്കാനിങ് ഒരു കണ്ടീഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് പ്രകാരം നമുക്കിവിടെ വന്നിട്ടുള്ള സ്റ്റോക്സ് 48 ആണ്. ഓക്കെ, ആവറേജ് ഇവിടെ വീക്ക് ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10-20 സ്റ്റോക്സേ ഉള്ളൂ. ആവറേജ് ഒരു 30 to 40 സ്റ്റോക്സ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്കാനിങ്ങും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ 52 വീക്ക് ഹൈയിൽ ഒരു ആവറേജ് 30 സ്റ്റോക്സും ഈ സ്കാനറിൽ ഒരു ആവറേജ് 30 സ്റ്റോക്സും, സോ ഒരു 60 to 70 സ്റ്റോക്സ് നിങ്ങൾ ഡെയിലി നോക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല മൂവ്മെൻറ്റ് തരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഈ 70 സ്റ്റോക്കുകൾ നോക്കുന്നത് വഴി കണ്ടുപിടിക്കാനും നല്ല ബ്രേക്കൗട്ടുകൾ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഒത്തിരി സ്റ്റോക്കുകൾ ഉണ്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെക്നിക്കൽ ബ്രേക്കൗട്ട് മാത്രമായിരിക്കണം എന്നില്ല. ഇപ്പം സ്വിസ്ലോണിൽ ഇവിടെ ഒരു ഹൈ വോളിയം മൂവ്മെൻ്റ് ഉള്ള ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഗ്യാപ്പ് അപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്യാൻഡിൽ ന്യൂട്രലായിരിക്കും, അത് ഗ്യാപ്പ് അപ്പ് ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. സോ വോളിയം വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം നോക്കിയാൽ നമുക്ക് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് റിസൾട്ടാണ് എന്ത് തന്നിട്ടുള്ളത്, സ്വിസ്ലോൺ തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ആകണമെന്ന് മാത്രം ഇല്ല. ഒരു പർട്ടിക്കുലർ സ്റ്റോക്സിൽ വരുന്ന ഹൈ വോളിയം കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലെ റീസൺ മനസ്സിലാക്കിക്കൊണ്ട്, ഒന്നെങ്കിൽ ടെക്നിക്കൽ ബ്രേക്കൗട്ട്, ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട്, ഇല്ലെങ്കിൽ മേ ബി സ്ട്രോങ് ആയിട്ടുള്ള ഓർഡേഴ്സ്, ഇല്ലെങ്കിൽ മേ ബി സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാരണത്താലും ഇങ്ങനെ സംഭവിക്കാം. സോ അതിൻ്റെ പിന്നിലെ റീസൺ കണ്ടെത്തി നിങ്ങൾക്ക് എന്താണ് ഈ സ്റ്റോക്കുകളെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 രീതിയിലുള്ള സ്കാനർ, ഇല്ലെങ്കിൽ 2 രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പം ഈ രീതി മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോങ് സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത്. ഇതേപോലെയുള്ള ഫർദർ എഡ്യൂക്കേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.